The sum of all odd integers between 10 and 100 divisible by 3 is. The sum of all odd integers between 10 and 100 divisible by 3 is. എന്ന് പറഞ്ഞാൽ എന്താ ചോദ്യം? 10നും 100നും ഇടയ്ക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒറ്റ സംഖ്യകളുടെ തുക. 10നും 100നും ഇടയ്ക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യം നമുക്ക് 10നും 100നും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ കുറച്ചങ്ങ് എഴുതാം. 11, 13, 15, 17, 19, 21, 23, 25, 27, 29, 31, 33, 35, എക്സെട്ര 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 99 വരെ. ഇതല്ലേ മക്കളെ 10നും 100നും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ. ഇതിൽ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ വേണം. ഏതൊക്കെയാ? 15 ഉണ്ട്, 21 ഉണ്ട്, 27 ഉണ്ട്, 33 ഉണ്ട്. അപ്പൊ അതിനെ ഒന്നും കൂടെ എടുത്ത് എഴുതിയാൽ 15, 21, 27, 33, എക്സെട്ര 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 99. ഇതൊരു സമാന്തര ശ്രേണിയിലാണെന്ന് മനസ്സിലായി. 6 കൂടി വരുന്ന ശ്രേണിയാണെന്ന് മനസ്സിലായി. ഇതിൽ എത്ര പദങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ Z - A, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 ചെയ്യണം. അവസാന പദം 99 മൈനസ് ആദ്യ പദം 15, പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 1 ആണ് ഉത്തരം. ആണോ മക്കളെ? അപ്പൊ എങ്ങനെ വരും? 99 മൈനസ് 15 84 വരും. 84 ബൈ 6 പ്ലസ് 1 വരും അല്ലെ? 84 ബൈ 6 14 പ്ലസ് 1 ആൻസർ 15 എന്നാണ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് 15 പദങ്ങളുള്ള ഒരു ശ്രേണിയാണ്. ഈ ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണണം. 15 പദങ്ങളിലേക്ക്. അപ്പൊ S15 കണ്ടുപിടിക്കണം. n/2 ആണ് ഇക്വേഷൻ. n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം എന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ സമാന്തര ശ്രേണിയുടെ തുക കാണാൻ. അപ്പൊ n/2 എന്ന് പറഞ്ഞാൽ 15/2 ഇൻറ്റു ആദ്യ പദം എന്ന് പറഞ്ഞാൽ ഇവിടെ 11 ആണ്, പ്ലസ് അവസാന പദം 99 ആണ്. സോറി, ആദ്യ പദം 11 അല്ല, ആദ്യ പദം 15 ആണ്, അവസാന പദം 99 ആണ്. ഇത് സോൾവ് ചെയ്യുന്നല്ലേ മക്കളെ ഉത്തരം? അപ്പൊ 15 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 99 പ്ലസ് 15 114 എന്ന് കിട്ടും അല്ലെ? സോ വെട്ടിക്കളഞ്ഞ് സോൾവ് ചെയ്യുമ്പോൾ ഇതും വെട്ടിക്കളയുമ്പോൾ 57 എന്ന് വരും. 15 ഇൻറ്റു 57 നമ്മുടെ ആൻസർ 855 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തു. മാത്സുമായി ബന്ധപ്പെട്ട PSC പരീക്ഷകളെ ഫുൾ മാത്സിന്റെ കണ്ടന്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്തൊന്ന് നോക്കിക്കുക. അതിൻ്റെ അകത്ത് ഓരോ എക്സാമിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളുണ്ട്. അതിലെ ക്ലാസ്സുകൾ വൃത്തിയായിട്ട് കണ്ടാൽ മാത്സിന് മുഴുവൻ മാർക്ക് ഉറപ്പാണ്. ഇനി ടെലഗ്രാം ചാനൽ ജോസ് കാപ്പൻ എന്ന പേരിലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഇടുന്ന ക്ലാസ്സുകളുടെ അപ്ഡേഷൻസ് മിസ്സാവാതിരിക്കും. JOSCKAPPEN എന്ന് ടെലഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ മതി, ചാനൽ കിട്ടും. ജോയിൻ ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.